ഒത്തിരി വാരിക്കെട്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ചിലരുടെ പ്രാർത്ഥന അവർ ഉദ്ദേശിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ചിലരുടെ പ്രാർത്ഥന അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മളത് പ്രാർത്ഥിക്കുന്ന മീൻ ചെയ്യണം, നമ്മളത് ഉദ്ദേശിക്കണം. കാര്യപ്പോൾ തന്നെ അതാണ് രോഗിയോടും കർത്താവ് ചോദിക്കും, നീ യഥാർത്ഥത്തിൽ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കാര്യമേ ഇതാണ് എൻ്റെ വിധിയെന്ന് വിധിയോട് ചില ആൾക്കാർ സമരസപ്പെട്ടു പോകും, കണ്ടീഷൻഡായി പോകും ആൾക്കാർ. അപ്പം അവർക്ക് അതായത് ദൈവത്തിൻ്റെ ആവശ്യം പോലെ സുഖം പ്രാപിക്കണേ, സുഖം പ്രാപിക്ക് നോക്കട്ടെ എന്നിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് മെഴുകിയിരിക്കുകയും. അപ്പോൾ അതുകൊണ്ട് ഈശോ അവൻ്റെ ബോധതലത്തിലേക്ക് ഇത് കൊണ്ടുവരും. അവൻ്റെ അവബോധ തലത്തിൽ അവൻ പറയണത് സുഖം പ്രാപിച്ച് എൻ്റെ വിധി ഇവിടെ കിടന്നായിരിക്കും തീരണത്. തീരട്ടെ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, തീരണമേ നടക്കുന്ന ആൾക്കാരുണ്ട്. അത് പുറത്ത് പറയത്തില്ല, എൻ്റെ ഉള്ളു മനസ്സിലുണ്ടാവുന്നത്. അതിനെ ഈശോ മുകളിൽ കൊണ്ടുവരികയാണ്. എന്താണ്? നിൻ്റെ വിധി തിരുത്താൻ പോകുന്നു. ഡു യു മീൻ ഇറ്റ്? നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ? നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ യേസ് മൈ ലോർഡ്. അപ്പോഴാണ് അയാൾ പറയണത് എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയണത്. ഇത് പ്രാർത്ഥനയെ സ്പാർക്ക് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പറയണ കാര്യങ്ങൾ നമ്മൾ മീൻ ചെയ്ത ഉടനെ പ്രാർത്ഥനയിൽ പൊരിയുണ്ടാവും, പ്രാർത്ഥനയുണ്ട്, സ്പാർക്കുണ്ടാവും. അപ്പം അത് എപ്പോഴും ഇതുപോലെ ആയിരിക്കണം. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാൽ അത് നമ്മൾ ഓൺ ചെയ്യണം, അത് മീൻ ചെയ്യണം, അത് നമ്മൾ അതുപോലെ ഉദ്ദേശിക്കണം. കറക്റ്റാണ്, ഞാൻ ഇത് ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ച് തന്നെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ആൾക്കാർ പറയാം അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഈ സാധനം. പ്രാർത്ഥന സ്പാർക്ക് ഉണ്ടാക്കണം.